ഷട്ട് അപ്പ് യു റാസ്കൽ. നിന്റെ മുഖം കണ്ടല്ലറിയ ഒരു ക്രിമിനലാണെന്ന്. സാർ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, അത് കേട്ടിട്ട് തീരുമാനിച്ചാൽ മതി അവനെ വിടണോ വേണ്ടയോ എന്ന്. പറ, സത്യം മാത്രമേ പറയാവൂ. ലോകത്ത് എന്തിനേക്കാളും ഏറെ എന്റെ കൂട്ടുകാരൻ സ്നേഹിക്കുന്നത് അവന്റെ അച്ഛനെയാണ്. ആ അച്ഛന് ദാരിദ്ര്യം നിറഞ്ഞ വാർദ്ധക്യ കാലത്തിൽ കുറച്ച് നല്ല നാളുകൾ സമ്മാനിക്കാൻ എന്ത് ജോലിയും ചെയ്ത് പണമുണ്ടാക്കാനായിട്ടാ അവൻ നഗരത്തിൽ വന്നത്. കഷ്ടപ്പെട്ട് എല്ലുനുറുകെ അവൻ കൂലിവേല ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇന്നലെ ഒരു ടെലഗ്രാം കിട്ടുന്നത്. എന്തായിരുന്നു ടെലഗ്രാമിൽ? അവന്റെ അച്ഛൻ മരിച്ചുപോയെന്ന്. എന്താ, അവന്റെ അച്ഛൻ മരിച്ചെന്നോ? അതെ സാർ, ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്നലെ അവനെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോവായിരുന്നു. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഭക്ഷണം മേടിക്കാൻ ഞാനൊന്ന് പോയപ്പോഴാണ്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല? എങ്ങനെ പറയും സാർ, അതിന് ഞാൻ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാ, ഐ എം സോറി. നിയമനിർവഹണത്തിനിടയിൽ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു. ഞാൻ അയാളെ ലോക്കപ്പിലിട്ടു. അത് ഒരു കള്ളനോട്ടടിക്കാരന്റെ കൂടെ. ആരാണ് സാർ? അറുമുഖം ചെട്ടിയാർ, ഒരു പിടിയിട്ടാ പുള്ളി. കുറെയേറെ കേസുകൾ തെളിയാനുണ്ട്. അടുത്തങ്ങും പുറത്തിറങ്ങില്ല. താങ്ക് യു സാർ. എന്തിന്? ഇങ്ങനെയുള്ള ഘാതകരകത്താക്കിയതിന് ഒരു പൗരനെന്നുള്ള നിലയ്ക്ക് താങ്ക് യു. വരൂ. മൈ കണ്ടോലൻസ്. കുഞ്ഞിക്കുട്ട. രാമേന്ദ്ര ചെട്ടിയാര്. വരൂ. സാറേ, കാലത്ത് ഓബ്രോയ്, ഉച്ചയ്ക്ക് ഗ്രാൻഡ്, വൈകിട്ട് ലക്കി സ്റ്റാർ. ഇവിടെ വരുന്ന കാര്യം മാത്രം പറഞ്ഞില്ലല്ലോ. പാവങ്ങളെ പറ്റിക്കുമ്പോ ആലോചിക്കണം. കുറച്ചാൽ ഇവിടെ തന്നെ കാണുമല്ലോ. കാണാം, വരട്ടെ. നാണോ ഇല്ലല്ലോടാ നിനക്ക്? എന്റെ കണ്ണൊന്ന് തെറ്റിയില്ല. അതിനുമ്പോ അവൻ പാലത്തിന്റെ അടി കയറിയിരുന്നു. രാമേന്ദ്രൻ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ പിശാച് എന്റെ അടുത്തേക്ക് വരികയാണ് ഉണ്ടായത്. ഓ പിന്നെ, നീ അത്ര വലിയ കാമദേവനാണല്ലോ. കണ്ട അവിടുന്ന് പെണ്ണുങ്ങളെ കൊണ്ട് ഓടി വരാൻ. ദേ ഒരു കാര്യം പറയാം, ഈ സ്വഭാവം കൊണ്ട് നീ എന്റെ കൂടെ കിടന്ന എന്റെ തടി കേടാവും. ഭിക്ഷ എടുത്തെങ്കിലും വണ്ടിക്കൂലിക്കുള്ള കാശ് ഒപ്പിച്ചു തരാം. ഒന്ന് സ്ഥലം ഒഴിവാക്കി തരാമോ? എന്താ രാമേന്ദ്ര നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഇനി എങ്ങോട്ട് പോവാനാ? നമുക്ക് ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോയാലോ? ഹോട്ടലിലെ കാശ് നിന്റെ അച്ഛൻ കൊടുക്കോ? ബ്ലഡി ഫൂൾ. രാമേന്ദ്രന്റെ അച്ഛനെ പറയരുത്. പറയും, ഇനിയും പറയും. മഹാബൂർസ്വാസി കള്ള മൂരാച്ചിയാണ് നിന്റെ അച്ഛൻ. നാട്ടുകാരെ പറ്റിച്ച് കുറെ പൂത്തി വെച്ചിട്ടുണ്ടല്ലോ. വല്ല കള്ളന്മാരടുത്തും പറഞ്ഞാൽ മതി, എല്ലാം കൂടെ അരിഞ്ഞു കൊണ്ടുപോകും. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഇനി ആരുടെ കാല് പിടിച്ച കിടക്കാൻ ഒരു ഇടം കിട്ടുക? രാമേന്ദ്ര, ഈ ബോംബെ പാർട്ടിയോ ലക്നൗ പാർട്ടിയോ വിചാരിച്ചാൽ താമസിക്കാൻ ഒരു സ്ഥലം എവിടെയെങ്കിലും കിട്ടില്ലേ? എനിക്കൊരുമാതിരി ചൊറിഞ്ഞു കയറി വരുന്നുണ്ട് കേട്ടോ. നീ കാരണം നാട്ടിലേക്ക് പോകാൻ കൂടി വയ്യാതായി. അവസാന കൈയായിട്ട് താമസത്തിന് ഒരു സൗകര്യം കൂടി തൽക്കാലം ശരിയാക്കാൻ പോവാ. 1-2 ദിവസത്തേക്ക്. അവിടെയും എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ച നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും. വാടക്കിഴങ്ങ. ഞാൻ പിന്നീട് കോയമ്പത്തൂർ വന്നപ്പോഴെല്ലാം രാമേന്ദ്രൻ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു, ബട്ട് കഴിഞ്ഞില്ല. ഞാൻ ചില ബിസിനസ് ആവശ്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് കുറെ നാള് ലുധിയാനയിലായിരുന്നു. ഓ ഐ സി. ദെൻ കം ടു ദ മാറ്റർ. ഈ വീട്ടിന്റെ പോർഷനിൽ രാമേന്ദ്രൻ താമസിക്കുന്നത് എനിക്ക് പ്രശ്നമേ ഇല്ല. ബട്ട് വൺ തിങ്, എന്റെ വൈഫിന്റെ ഡിസിഷനാണ് എന്റെ ഡിസിഷൻ. അവള് വരുന്നത് വരെ ഒരു 5 days നോ പ്രോബ്ലം. അത് മതിയെങ്കിൽ എന്റെ ഫ്ലാറ്റ് ശരിയാകുന്നവരെ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ ഞാൻ മാറിക്കോളാം. എങ്ങോട്ട് മാറാനാ രാമേന്ദ്ര? കുറെ കാലം ഇവിടെ തന്നെ താമസിക്കണമെന്ന് പറ. Who is this guy? എന്റെ ഫ്രണ്ടിനെ പോലെയാ. ഹെൽപ്പിനൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടെ. Oh, I see. I show the room. Come on. എന്താ പോയിക്കോളാനാണോ? റൂം Come കാണിച്ചു. on, follow me. വലിയ സൗകര്യങ്ങളൊന്നുമില്ല. പഴയ സാധനങ്ങൾക്ക് ഡം ചെയ്തിരിക്കുകയാണ്. ഓ അതൊക്കെ ഞങ്ങൾ ശരിയായിക്കോളാം. കുറച്ച് നാളത്തേക്കല്ലേ. പിന്നെ എങ്ങോട്ട് പോകും? ഞങ്ങളിനി വൈകുന്നില്ല. പെട്ടിയ സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുക. എടുത്തോണ്ട് ഉടനെ നീ വന്നേക്കാം. Okay, carry on, carry on. This is your key, okay? താങ്ക് യു. ആ അപ്പൊ ഞാൻ ആ പെട്ടി എടുത്തോണ്ട് വേഗം ഇങ്ങ് വന്നേക്കാം. നീ ഇതൊക്കെ അടിക്ക് വൃത്തിയാക്കി വെക്കണം. ഞാനോ? പറയുന്ന പോലെ ചെയ്യടാ. രാമേന്ദ്ര, രാമേന്ദ്ര, ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല രാമേന്ദ്ര. രാത്രിയിലൊന്നും കഴിച്ചില്ല, ഇപ്പൊ രാവിലെ ഒന്നുമില്ല. വയറ് കത്തി കരിയ.
കോലത്തായിരുന്നെങ്കിൽ ഈ നേരത്ത് ഒരു ചെരുവം പാൽക്കഞ്ഞി അകത്തായിട്ടുണ്ടാവും. രാമേന്ദ്രൻ എന്തെങ്കിലും ഒന്ന് പറ. ഓ, നേരെ മുമ്പിൽ കടലിലെ കിടക്കുന്നത്. പോയി ഉപ്പുവെള്ളം കുടിക്കേ. മോശം മനുഷ്യൻ ഉറങ്ങാനും സംഭവിക്കില്ല. ചേട്ടാ, ചേട്ടാ, തനാരാ? ഞാൻ ഇന്നലെ മേലെ രാമേന്ദ്രനോട് രാമചന്ദ്രൻ, എനിക്ക് കുറച്ച് പാൽക്കഞ്ഞി കിട്ടിയ തിരക്കേടില്ലായിരുന്നു. വാട്ട്? പാൽക്കഞ്ചിയോ? അതെ, ഈ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ഒരു തരം കഞ്ഞില്ലേ, അത് എനിക്ക് കുറച്ച് ഉണ്ടാക്കി തരുമോ? എന്ത്? അതെ, ഈ പാൽക്കഞ്ഞി. യു ബഗ, ഞാൻ ആരെന്ന് വിചാരിച്ചു? തന്റെ വേലക്കാരനോ? രാമചന്ദ്രൻ, അയ്യോ, രാമചന്ദ്രൻ! ഒരക്ഷരം നീ മിണ്ടിപ്പോരുത്. നൂല് കോർക്കാനായിട്ടൊരു സൂചി എന്ന അതിൽ കൂടെ ഞാനേ കിടത്തൂലടാ. അയാളുടെ കൈയും കാലും പിടിച്ചിട്ട് കിടക്കാൻ ഒരു ഇടം കിട്ടിയത്. വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ. വിശപ്പ് സഹിക്കാൻ പറ്റാതെ നീ എന്ത് ചെയ്യും? ഇരക്കുവോ? വേറൊരു മാർഗം ഇല്ലെങ്കിൽ ഞാൻ ഇറക്കും. അത്രക്ക് വിശപ്പുണ്ടേ രാമേന്ദ്ര. എനിക്കിപ്പോ എന്തെങ്കിലും തിന്നാൻ കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ചത്തു. അയ്യോ, നീ ഒന്ന് മോങ്ങാതിരിക്കേ. ഞാൻ ഇതിൽ വഴി ആലോചിക്കട്ടെ. രാമേന്ദ്ര, ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? നല്ല അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? നിനക്ക് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ നല്ല പരിചയം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ പിന്നെ കാശിന്റെ ആവശ്യം വരില്ല അല്ലേ? കുഞ്ഞുകുട്ട, സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം നമ്പർ അവിടെ ഇറക്കാൻ പോവാ. ഒത്ത ഒത്തു അനുസരണയോടെ നിന്നോണം. ഞാൻ പലതും കാണിക്കും. സാർ, ഇനി എന്തെങ്കിലും? അടപ്രഥമം കിട്ടുമോ? കഴിക്കാനൊരു കൊതിയായിട്ടാ. അതൊന്നും ഇവിടെ കിട്ടില്ല സാർ. ഐസ്ക്രീം, ഫ്രൂട്ട് സലാഡ് അങ്ങനെ വല്ലതും? ഒന്നും വേണ്ട, ബില്ലെടുത്തോ. ശരി സാർ. എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ മേടിച്ച് കഴിച്ചോളണം. ഇനി ഇതേപോലത്തെ ഭക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടിയെന്ന് വരില്ല. മതിയായി, അതുകൊണ്ടാ. എന്താണോ ഇത്? മനുഷ്യനെ കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ ഇത് എന്താണെന്ന് സാറൊന്ന് പതുക്കെ പറയും. എന്തിന് പതുക്കെയാക്കണം? 4 പേര് അറിയട്ടോ. രാമേന്ദ്ര, കുഞ്ഞുകുട്ട, നീ മിണ്ടിപ്പോരുത്. ആഹാ, കയ്യിലുള്ള കാശ് നിന്നിട്ട് പാറ്റയും പൂച്ചയും ഇടാൻ വിഷാംശം കലർന്ന ഭക്ഷണം കഴിക്കണമെന്നോ? ഐ വിൽ കംപ്ലൈന്റ്. ഫുഡ് ഇൻസ്പെക്ടറുടെ പേരിൽ ഒരു ഓഫീസുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? രാമേന്ദ്ര, നീ മിണ്ടാതിരിക്കും കുഞ്ഞുകുട്ട. രണ്ടിലൊന്നും അറിയാമല്ലോ. ആഹാ, എന്തോ ചോദിച്ചിട്ടും താ കുന്തം മിഴിഞ്ഞ പോലെ നോക്കി നിൽക്കുന്നത്. നിങ്ങളാണ് ഇവിടുത്തെ മാനേജർ. എന്താണ് മിസ്റ്റർ പ്ലേറ്റ് കിടക്കുന്നത്? ആളെ കൊല്ലാൻ വേണ്ടിയാണ് നിങ്ങൾ റെസ്റ്റോറന്റ് നടത്തുന്നത്. നാളെ നിങ്ങൾ കിടക്കുന്നത് പാമ്പിനെ വരെ ഇടൂല്ലോ മിസ്റ്റർ. സോറി സാർ, നമുക്ക് സംസാരിക്കാം. നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കണ്ട. നമുക്ക് ഫുഡ് ഇൻസ്പെക്ടർ ഓഫീസിൽ വെച്ച് കാണാം. രാമേന്ദ്ര, നീ റോട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പാറ്റയല്ലേ? റോട്ടി കിടക്കേണ്ട പാറ്റ. റോട്ടി കിടക്കേണ്ട പാറ്റ എങ്ങനെ എന്റെ പ്ലേറ്റിൽ വന്നു എന്നാണ് ഞാൻ അവരോട് ചോദിക്കുന്നത്. രാമേന്ദ്ര, നീയല്ലേ പാറ്റയെ പ്ലേറ്റിൽ ഇട്ടത്? തലയ്ക്ക് ശരിയില്ലാത്ത നീ അധികം സംസാരിക്കരുത് കുഞ്ഞുകുട്ടോ. ഓ, അത് ശരി, ഞാൻ പറയാൻ പാടില്ലായിരുന്നു. നമുക്ക് നിയമം വഴി കാണാം. നിക്കണേ അവിടെ. മൂക്കുമുട്ട നിന്നിട്ട് കാശ് കൊടുക്കാതിരിക്കാനുള്ള പഴയ നമ്പർ ഉണ്ടല്ലോ, അത് മനസ്സിൽ വെച്ചിരുന്നാ മതി. മനുഷ്യ സൂക്ഷിച്ച് സംസാരിക്കണം. പൈസയല്ലേ ഞങ്ങളുടെ പ്രശ്നം. പൈസയൊക്കെ വലുതായിട്ട് ഞങ്ങളുടെ അന്തസ്തുണ്ട്. രാമേന്ദ്ര, നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ. നമുക്ക് ഫുഡ് ഇൻസ്പെക്ടർ ഓഫീസിൽ നിന്നെ പോലെ പല ആൾക്കാരെ കണ്ടിട്ടുള്ളതാണ്. അയ്യോ, രാമേന്ദ്ര, കൊണ്ടുവരുന്ന കുറച്ച് പണിയുണ്ടായിരുന്നു. വിടണ സാറേ അങ്ങോട്ട്. വകുപ്പ് മാറും വിട്ടോ. വകുപ്പ് മാറും. അടക്കണ അങ്ങോട്ട്. നിന്നെ ഒന്ന് രാമേന്ദ്ര. രാമേന്ദ്ര, നീ ഇത്രയും നേരം എന്തെടുക്കായിരുന്നു? ഞാൻ എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? രാമേന്ദ്ര, നമ്മള് അവസാനം കഴിച്ചൊരു ഇതില്ലേ, എന്തായിരുന്നു അതിന്റെ പേര്? എന്തായാലും അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്, നല്ല രുചിയുണ്ടായിരുന്നു. വയറ് നിറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ഉറക്കം വന്നു. വഴി നിശ്ചയുണ്ടായിരുന്നു, ഞാൻ അപ്പോഴേ പോയേനെ. അപ്പോ വഴി നിനക്ക് അത്രയ്ക്ക് നിശ്ചയില്ലല്ലേ? തീരെ നിശ്ചയില്ല. അപ്പൊ ഞാനില്ലാതെ വല്ലയിടത്തേക്ക് പോയി നീ എങ്ങനെ തിരിച്ചു വരും? അതിന് നീയില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോവില്ലല്ലോ. എന്നാ നമുക്കൊരിടം വരെ പോണം. എവിടേക്കാ? എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്.
ഇനിയും വെച്ച് താമസിപ്പിച്ച ഒട്ടും ശരിയാവില്ല. എന്തോന്ന്? വാ, ഞാൻ പറയാൻ കുഞ്ഞുകുട്ടാ, വാ. ഉത്സവം എന്ന് പറഞ്ഞ വെടിക്കെട്ടൊക്കെ ഉണ്ടാവുമോ? കൊള്ളാം, വെടിക്കെട്ട് ഉണ്ടാവുമെന്നോ? തൃശ്ശൂർ പൂരം എന്നൊക്കെ കേട്ടിട്ടില്ലേ കുഞ്ഞുകുട്ടാ? ഉവ്വ്. അതിന് വെല്ലുന്ന വെടിക്കെട്ടല്ലേ ഇവിടെ? ആ, ആനയൊക്കെ ഉണ്ടാവോ? നൂറുകണക്കിന് ആനകളല്ലേ. ഇനി ആന മാത്രമാക്കണ്ട, ആന, ചെണ്ട, കുതിര, ബഹളങ്ങൾ, പൊടി പൂരല്ലേ. നമുക്ക് പോണ്ട വണ്ടി ഇതാ, വാ വാ. വാ, കയറിക്ക. നീ വാ. ആ, കേറിയിരുന്ന ഞാൻ വന്നോളാം. അല്ല രാമേന്ദ്രൻ വാ. ആ, ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. കയറി സീറ്റ് പിടിച്ചോ, ഞാൻ വന്നോളാം. ആ, പെട്ടെന്ന് ആ, വരണം കേട്ടോ. ഞാൻ വന്നു കഴിഞ്ഞു. എന്റെ അമ്മോ, രാമേന്ദ്ര, നീ ഞാൻ എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ടെന്ന് അറിയാം. എന്നെ ബസ് കയറ്റി വിട്ടിട്ട് നീ എങ്ങോട്ടാ രാമേന്ദ്ര പോയത്? നിന്നെ ബസ്സിൽ കയറ്റി ഇരുത്തിയിട്ട് ഞാനൊരു സിഗരറ്റ് കത്തിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. തിരിഞ്ഞു നോക്കിയപ്പോ ബസ്സില്ല. ആഹാ. ബസ്സിന്റെ പുറകെ ഞാൻ 1.5 കിലോമീറ്റർ ഓടി. അറിയോ കുഞ്ഞുകുട്ടാ? അയ്യോ, നീ എങ്ങനെ വീട് കണ്ടുപിടിച്ചു? അത് ഞാൻ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിയെ കണ്ടു. ഏത് കോഴി? നമ്മുടെ പടിക്കലിരിക്കുന്ന കോഴിയുടെ ചിത്രേ. അപ്പൊ ഉടനെ ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഇറങ്ങണോ, എന്റെ സ്ഥലം ഇതാണെന്ന് ഞാൻ പറഞ്ഞു. ടിക്കറ്റ് എടുക്കാത്തതിന് ഒരുപാട് ചീത്തയും പറഞ്ഞു കേട്ടോ. അപ്പൊ ബസ്സിലിരുന്ന് കോഴിയുടെ ചിത്രം കണ്ടുകൊണ്ടല്ലേ നിനക്ക് ഈ വീട് മനസ്സിലാക്കാൻ പറ്റിയത്? അതെ. അല്ല, അപ്പൊ ബസ് വേറെ ദൂരെ ഒരു വഴിക്കാ പോയിരുന്നെങ്കിലോ? എങ്ങനെ സ്ഥലം മനസ്സിലാവാന്? ഞാൻ ആകെ കുഴഞ്ഞു പോയേനെ.